ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി വലിയ ചെമ്മീനാണ്. ഇത് നമുക്ക് എങ്ങനെ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല വലിയ ചെമ്മീനാണ്. നമുക്ക് ഫ്രൈ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന്. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ചെമ്മീനെല്ലാം ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, അടുത്തത് മല്ലിപ്പൊടി 1 സ്പൂൺ മതി, അടുത്തത് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് പൊടി, കുറച്ച് കറിവേപ്പില ഒന്ന് നുള്ളി ഇട്ടാൽ നല്ലതാണ്. ചെറുതായിട്ടൊന്ന് അരിയണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് നുള്ളി ഇട്ടണം. ഇനി മെയിൻ ഒരു ഐറ്റം ഉണ്ട് എന്ന് വെച്ചാൽ പിഴുപുളിയാണ്. പിഴുപുളി നമ്മളിവിടെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിരുന്നതാണ്. അതിൻ്റെ വെള്ളം പുളി വീഴാതെ അതിൻ്റെ വെള്ളം കുറച്ച് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിൽ വേണം നമ്മൾ ഈ മസാല നന്നായിട്ട് പുരട്ടിയെടുക്കാൻ. നമ്മൾ പുളിവെള്ളത്തിലാണ് ഇത് പുരട്ടിയെടുത്തേക്കുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, പുളിവെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടെ മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ചെമ്മീൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിലേക്ക് വെച്ച് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടാൻ കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചട്ടി നല്ല ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കാരണം ചെമ്മീൻ ഇങ്ങനെ വറുത്ത് പോരേണ്ടതാണ്. അതനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ ഇരിക്കുന്ന ചെമ്മീൻ മുഴുവനും നമുക്കിതിനെ വറുത്ത് കോരി എടുക്കേണ്ടതാണ്. നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം. നന്നായിട്ട് മൂത്ത് രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം. ചെമ്മീനെല്ലാം ഇവിടെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചെമ്മീൻ ഇപ്പോൾ വറുത്ത് കോരിയിട്ട് ആ എണ്ണ തന്നെ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി 2ആയിട്ട് കീറിയെടുത്തത് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി 2ആയിട്ട് കീറിയത്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നന്നായിട്ട് ഇളകി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഒരുവിധം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരുപാട് വേണ്ട, ഒത്തിരി മതി, ഒരു അരമുറി തേങ്ങ ചിരങ്ങിയെടുത്തത്. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മസാല വരട്ടി വെച്ചതിൽ വറുത്ത് കോരിയപ്പോൾ ഇച്ചിരി അധികം വന്ന മസാലയും കൂടെ ഉണ്ട്. അത് നമ്മൾ അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കുക.
ഇനി അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് ചതച്ചെടുത്തത് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു മണം വരും. നമ്മളിപ്പോൾ നേരത്തെ മസാലയും കൂടെ ഇട്ടത് കൊണ്ട് നല്ലൊരു മണം വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, ക്ഷമിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം. മസാലയെല്ലാം പെരണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ പറയും. നമുക്ക് അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കണം. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്ഥിരം വെക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് വെച്ചത്. നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.